നിരീശ്വരവാദിയും ഭ്രൂണഹത്യ അനുകൂലിയുമായ ക്രിസ്റ്റ്യൻ ടർണർ കത്തോലിക്ക സഭയിലേക്ക്. അബോർഷൻ സമൂഹനന്മയ്ക്ക് എന്ന വിഷയത്തെ ആസ്പദമാക്കി പരിപാടികളിൽ സംസാരിക്കുമായിരുന്ന 21-കാരിയായ ക്രിസ്റ്റ്യൻ ഇന്ന് ജീവന്റെ വക്താവാണ്. കത്തോലിക്ക സഭയിലെ ഒരംഗമാകാൻ താൻ തീരുമാനിച്ചതിന്റെ പിന്നിലെ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് EWTN നൽകിയ അഭിമുഖം ശ്രദ്ധ നേടുന്നു. അടുത്തിടെയാണ് ക്രിസ്റ്റ്യൻ ടർണർ കത്തോലിക്ക സഭയിൽ ചേരാനുള്ള തന്റെ ആഗ്രഹം പ്രകടിപ്പിക്കുന്നത്. ട്വിറ്ററിലൂടെയാണ് ക്രിസ്റ്റ്യൻ തന്റെ ആഗ്രഹം പ്രകടമാക്കിയത്. എന്റെ ഹൃദയത്തിൽ ദൈവം നിക്ഷേപിച്ച ഒരു ദ്വാരമുണ്ട്. സൂര്യന് കീഴിലുള്ള സകലതും കൊണ്ട് അത് നികത്താൻ ഞാൻ ശ്രമിച്ചു. എന്നാൽ അത് സാധ്യമായില്ല. യേശുവിന് എന്നെ ആവശ്യമായിരിക്കുന്നത് പോലെ തന്നെ എനിക്ക് അവനെയും വേണം. മെയ് 29-ന് ക്രിസ്റ്റ്യൻ ട്വിറ്ററിൽ കുറിച്ചു. ഇതിന് പിന്നാലെ കത്തോലിക്ക സഭയിൽ പ്രവേശിക്കുകയാണെന്നും അവൾ ട്വീറ്റ് ചെയ്തു. മുൻപ് ഹൈസ്കൂൾ അധ്യാപകനാൽ ദുരുപയോഗം ചെയ്യപ്പെട്ടപ്പോഴാണ് ക്രിസ്റ്റ്യൻ അബോർഷനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ തീരുമാനിച്ചത്. ഭ്രൂണഹത്യയ്ക്ക് വേണ്ടി അവൾ ശക്തമായി നിലകൊണ്ടു. എന്നാൽ കുറെ കഴിഞ്ഞപ്പോൾ തന്റെ ഭ്രൂണഹത്യാ അനുകൂല നിലപാട് പുനഃപരിശോധിക്കേണ്ടതാണെന്ന ബോധ്യം മനസ്സിൽ നിറയുകയായിരുന്നുവെന്ന് ക്രിസ്റ്റ്യൻ EWTN നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കി. തനിക്കെതിരെയുണ്ടായ അക്രമം പോലെ തന്നെയാണ് ഒരു മനുഷ്യനെന്ന പരിഗണന കൊടുക്കാതെ ഗർഭസ്ഥ ശിശുവിന്റെ ശരീരത്തോട് ഗർഭചിത്രത്തിലൂടെ ചെയ്യുന്ന അതിക്രമവുമെന്ന് താൻ മനസ്സിലാക്കുകയും എന്തെങ്കിലും ചെയ്തേ മതിയാകൂ എന്ന് തോന്നുകയും ചെയ്തതായി ക്രിസ്റ്റ്യൻ പറയുന്നു. എന്നാൽ പുരോഗമനവാദിയും ഫെമിനിസ്റ്റുമായ തനിക്ക് പ്രോലൈഫ് പ്രസ്ഥാനത്തിൽ ഇടമുണ്ടാവുമെന്ന് താൻ കരുതിയിരുന്നില്ല എന്നും ക്രിസ്റ്റ്യൻ അഭിമുഖത്തിൽ പറഞ്ഞു. ജീവന് വേണ്ടി വാദിക്കുന്നതിന്റെ ഭാഗമായി ആദ്യം തന്റെ കോളേജിൽ ഒരു പ്രോലൈഫ് ഗ്രൂപ്പ് ആരംഭിച്ചു. പിന്നീട് ഗർഭിണികളെയും അമ്മമാരെയും സഹായിക്കുന്നതിനു വേണ്ടി ടേക്ക് ഫെമിനിസം എന്ന പേരിൽ ഒരു സംഘടനയ്ക്കും തുടക്കം കുറിച്ചു. ഗർഭപാത്രം മുതൽ കബറിടം വരെ എല്ലാവർക്കും ഗുണപരമായ സാമൂഹിക മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനു വേണ്ടി നിലകൊള്ളുന്ന പ്രസ്ഥാനമെന്നാണ് ഇതിനെ ക്രിസ്റ്റ്യൻ വിശേഷിപ്പിക്കുന്നത്. 2021 മുതൽ പ്രോഗ്രസീവ് ആന്റി അബോർഷൻ എന്ന സംഘടനയുടെ കമ്മ്യൂണിക്കേഷൻസ് ഡയറക്ടറായി ജോലി ചെയ്യവെയാണ് ക്രിസ്റ്റ്യൻ തന്റെ പ്രൊലൈഫ് പ്രവർത്തനങ്ങളിലൂടെയാണ് കത്തോലിക്ക സഭയിലേക്ക് ആകൃഷ്ടയായി തീർന്നത്. യേശുവിന്റെ കുരിശിലെ ബലിയും അതുവഴി മനുഷ്യകുലം കൈവരിച്ച രക്ഷയെക്കുറിച്ചും കൂടുതൽ മനസ്സിലാക്കിയപ്പോൾ കത്തോലിക്ക സഭയിൽ അംഗമാകണമെന്ന അതിയായ ആഗ്രഹം തോന്നിയതായും ക്രിസ്റ്റ്യൻ പറയുന്നു. കൂടാതെ പ്രൊലൈഫ് മൂവ്മെന്റിൽ സജീവമായ അനേകം കത്തോലിക്കർ സഭയെക്കുറിച്ച് പങ്കുവച്ചത് തന്നെ സ്വാധീനിച്ചതായും ക്രിസ്റ്റ്യൻ പറയുന്നു. മുന്നോട്ടുള്ള ജീവിതം ക്രിസ്തുവിനായി സമർപ്പിക്കാനാണ് ഈ 21-കാരിയുടെ തീരുമാനം.